ആദില അനുവിൻ്റെ കൂടെ ഷാനവാസിക്കയുടെ കാര്യം കൂടെ ഒന്ന് നൈസായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഷാനവാസിക്ക ആണെങ്കിൽ അക്ബറിൻ്റെ കാര്യത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യിപ്പിച്ചു എന്നുള്ള രീതിയിൽ ആദിലേക്ക് നാണമില്ലേ? എന്തോരോ ആ ഷാനവാസിക്കയെ പറഞ്ഞു, എന്തോരം അക്ബറിനെ പറഞ്ഞു, എന്തോരം നെവിനെ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം പറയുകയാണ് ഇവരൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തതാണെന്ന്. ഷാനവാസിക്ക ആദ്യം തന്നെ നമ്മുടെ മസ്താനി വന്ന് അനുമോളെ ഒത്തിരി കംഫർട്ട് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, സാരമില്ല, അത് വിട്ടേക്കുക എന്നുള്ള രീതിയിൽ. അതിനുശേഷം ഷാനവാസിക്ക പറയുകയാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, വളരെ മോശമായിട്ടുള്ളൊരു പ്രകടനമാണ് ആദിലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്, ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല, എനിക്ക് നാണം കെട്ടുപോയി, ഞാൻ ഈ പെൺപിള്ളേരെ ആണല്ലോ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള രീതിക്ക്. ഇത് നിങ്ങൾ തമ്മിൽ മിണ്ടുവെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ അത് നിന്നെ കൊട്ടാനുള്ളൊരു വടിയായിട്ട് അവൾ ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത്രയും ഡേ ഞാൻ ഇവരുടെ കൂടെ നിന്നത് എനിക്ക് ശരിക്കും അപമാനമായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അബി പറയുന്നുണ്ട് എനിക്കും ശരിക്കും ഫീൽ ചെയ്തു, നീ അതൊന്നും വിഷമിക്കണ്ട, ഞങ്ങൾ എത്ര പാതിരാത്രി ഫുള്ള് നിന്നോട് സംസാരിച്ചിട്ടാണ് നീ പോയി മിണ്ടിയത് അല്ലേ, ആ രീതിയിലൊക്കെ അബിയും വന്ന് സംസാരിക്കുന്നുണ്ട്. ഒണിയിലും അത് തന്നെയാണ് പറയുന്നത്, നിനക്ക് എന്താ തോന്നുന്നത് അതുപോലെ ചെയ്യും, നീ അങ്ങനെ നിൽക്കുന്നത് അതേപോലെ നിൽക്കുന്നു, എല്ലാവരും നിൻ്റെ കൂടെ ഉണ്ട്, നല്ല രീതിക്ക് മുൻപോട്ട് പോകുക എന്നുള്ള രീതിയിലാണ് ഒണിയിൽ പറയുന്നത്. അതേപോലെ പറയുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യം പറയേണ്ട കാര്യങ്ങളാണ്, അതായത് ഒരിക്കലും ഈ അവസാന മൊമെൻറ്റിലല്ല അങ്ങോട്ട് കുശുമ്പും കുന്നായ്മ കാണിക്കുന്നത്. ഇപ്പോൾ അവർ പരസ്പരം എല്ലാം മറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കാനും ക്ഷമിക്കാനും അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ ഏറ്റു പറയാനും നോക്കേണ്ട ഒരു സമയമാണ്. ആദിലെ സംബന്ധിച്ച് ഇനി ആദിലേക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവസാന നിമിഷമാണ് കൂടെ നിന്നവരെ എല്ലാം ചതിച്ച് പുറത്തുനിന്ന് വന്ന ആൾക്കാരുടെ മാനിപ്പുലേഷനിൽ വീണിട്ട് എല്ലാവരും കൂടെ മാനിപ്പുലേറ്റ് ചെയ്ത് ആദിലെ വേറൊരു വഴിയാക്കി അവിടെ കൂടെ നിന്നവരെ എല്ലാം ചതിച്ച് അവരെക്കുറിച്ച് മോശം പറഞ്ഞ കാര്യങ്ങളെല്ലാം പുറത്ത് മറ്റുള്ളവരോട് പറഞ്ഞു നടന്നൊരു വ്യക്തിയാണ് ആദില. ആദിലേക്ക് ഇനി ഒരിക്കലും അനുവിനോട് മിണ്ടാൻ പറ്റത്തില്ല, അത്രയും അവൾ അനുവിനെ ദ്രോഹിച്ച് കഴിഞ്ഞു അവിടെ. ഷാനവാസ് പറയുന്നുണ്ട് എനിക്ക് തെറ്റ് പറ്റി, തെറ്റ് തന്നെയാണ്, അവരുടെ അടുത്ത് ഞാൻ ആ പെരുമാറിയത് തെറ്റ് തന്നെയാണ് എന്നുള്ള രീതിയിൽ. അപ്പം ജിഷിൻ വന്ന് പറയുകയാണ് എനിക്ക് ഒരു കാര്യത്തിൽ ഇതുണ്ട്, കാരണം ഒരാളോട് നമ്മൾ പിണങ്ങി കഴിഞ്ഞാൽ അവരോട് നമ്മൾ അങ്ങോട്ട് പോയി മിണ്ടാനുള്ള എഫോർട്ട് കാണിക്കണം, അത് മാത്രം ആദില പറഞ്ഞത് ശരിയാണ്, പക്ഷേ വേറെ ഒരു കാര്യം ഞാൻ ആദില പറഞ്ഞതിനോട് യോജിക്കുന്നില്ല എന്നാണ് ജിഷിൻ പറയുന്നത്. ഷാനവാസിന് നല്ല വിഷമമുണ്ട്. ഷാനവാസ് പറയാണ് ഇന്നലെ ഞാൻ ഇത്രയും സംസാരിച്ചിട്ടും അവർ എനിക്കതിനൊരു വിലയും തന്നില്ല, ഇപ്പോൾ എനിക്ക് നിങ്ങളെയൊക്കെ മിണ്ടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല, നിങ്ങളെല്ലാം കൂടെ മിണ്ടി സന്തോഷത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 വോട്ട് കൂടും, എൻ്റെ 4 വോട്ട് കുറയും. പക്ഷേ ഞാനൊരു ഒരു ജെനുവിനായിട്ട് ഞാനത് നിന്നു. അപ്പോൾ ലക്ഷ്മിയുടെ അടുത്ത് ഇങ്ങനെ പറയാണ്, ലക്ഷ്മി ഞാൻ ആ ഒരു കാര്യം ചെയ്തു. അപ്പോൾ ലക്ഷ്മി പറയുന്നത് കറക്റ്റാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് അവരെ മിണ്ടിപ്പിക്കേണ്ട ആവശ്യമില്ല, മിണ്ടിപ്പിക്കാതിരുന്ന് കഴിഞ്ഞാൽ അവരുടെ വോട്ട് തന്നെ പോകത്തുള്ളൂ അല്ലേ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നെഗടിച്ചിട്ട് അവരുടെ വോട്ട് പോകും എന്നാണ് നമ്മുടെ ലക്ഷ്മി പറയുന്നത്. അതേപോലെ ഷാനവാസ് പറയുകയാണ് എനിക്ക് ഈ അവസാന നിമിഷം ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. ജിഷിൻ ഇന്നലെ എൻ്റെ അടുത്ത് വന്ന് പറയുന്നു അനീഷ് ഇവിടുത്തെ ഫുൾ പാത്രങ്ങൾ കഴുകി അക്ബർ എല്ലാവരെയും കൺവിൻസ് ചെയ്യുന്നു, നിങ്ങൾ എന്തെങ്കിലും പോയി ചെയ്യുമെന്ന്. എനിക്കതിനകത്തൊന്നും ചെയ്യാനില്ല, ഈ 2 ദിവസം ഞാൻ എന്ത് ചെയ്യാനാണെന്നാണ് ഷാനവാസ് ചോദിക്കുന്നത്. ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ എനിക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല, എനിക്ക് എന്ത് ചെയ്താലും ഇനി ആരുടെ മനസ്സിലത് രജിസ്റ്റർ ആവത്തില്ല എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. അതേപോലെ ചില ആൾക്കാർ ഭയങ്കര കുശുമ്പും കുന്നായ്മയും ജലസായിട്ട് വന്ന് ചില ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നിയ ആൾക്കാർ പോലും കുശുമ്പുമായിട്ട് വന്നിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യേണ്ടതിന് പകരം മറ്റുള്ളവരെ ദ്രോഹിക്കുകയും മാനിപ്പുലേറ്റ് ചെയ്യുകയും ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഒരിക്കലും അവരിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല, കാരണം അവർക്ക് കുശുമ്പാണ്, ഇവരൊക്കെ മുൻപന്തിയിൽ വന്നു, അവർക്ക് വരാൻ പറ്റാത്തതിൻ്റെ കുശുമ്പാണെന്നൊക്കെ ലക്ഷ്മി പറയുന്നു. ലക്ഷ്മി ഒരു നല്ല ക്വാളിറ്റി ഉള്ള പേഴ്സൺ ആട്ടോ. ലക്ഷ്മി അവിടെ നിന്ന ടൈമിലും അതിലെ നൂറേനെ കുറിച്ച് പറഞ്ഞത് 100% കറക്റ്റ് ആണെന്ന് തോന്നുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു. ശരിക്കും നല്ല ക്വാളിറ്റി കേട്ടോ. പുള്ളിക്കാരത്തി വന്ന് ഒരു കാര്യവും പറയാനോ മാനിപ്പുലേറ്റ് ചെയ്യാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി എല്ലാവർക്കും സപ്പോർട്ട് കൊടുത്തു. സ്പെഷ്യലി ഷാനവാസിനും നമ്മുടെ അനുമോൾക്കൊക്കെ നല്ല രീതിക്ക് സപ്പോർട്ട് കൊടുത്തു, കാരണം ഓൾറെഡി അതിലേക്ക് നൂറയ്ക്കൊക്കെ ഒരുപാട് സപ്പോർട്ട് അവിടെ ഉണ്ട്.